അപ്പോൾ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സവാള ഒരു കൊണ്ടാട്ടമാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സവാള കൊണ്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. നമ്മുടെ ചോറിനൊക്കെ സൈഡ് സ്റ്റായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് ചെയ്ത് നോക്കും, ഇഷ്ടപ്പെടും, സൂപ്പറാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ കരിയാതെ തന്നെ കോരി മാറ്റേണ്ടതുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. നല്ലോണം ഒന്ന് മൂത്ത് നമ്മൾ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി എടുത്ത് അതും നമുക്ക് കരിയാതെ തന്നെ കോരി മാറ്റാം. ഇനി നമുക്ക് അതിലോട്ട് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, അതും കൂടെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് എടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. കരിയാപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 സവാളയാണ്. അതിൽ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, ഇതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ 2 സവാള ഉണ്ടല്ലോ, അത് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കാൻ പോകണം കേട്ടോ. അത്ര കിടിലുമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചോറിൻ്റെ കൂടെ വേറൊരു ഐറ്റം ഇല്ലെങ്കിൽ നമുക്കിത് മാത്രം മതി, സൂപ്പർ ഐറ്റം വേണം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയാണ് നമുക്ക് ഇതിനകത്തൊരു പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. നമ്മൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അതിനകത്ത് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും സവാളയും അതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.